ഈ യൂറോ കപ്പും കോപ്പ അമേരിക്കൊക്കെ കഴിഞ്ഞ ഒരുപാട് താരങ്ങൾ അവരുടെ ഇൻ്റർനാഷണൽ ഫുട്ബോൾ കരിയറിനോട് വിട പറയും. എന്നാൽ ഒരു കളിക്കാരനെക്കുറിച്ച് അദ്ദേഹം ടൂർണമെൻറ്റിന് മുമ്പ് തന്നെ പറഞ്ഞു അദ്ദേഹം വിരമിക്കുമെന്ന്. എന്നിട്ട് പോലും അധികം ആരും ചർച്ച ചെയ്യുന്നതായി തോന്നിയില്ല. തൻ്റെ ടീമിന് വേണ്ട സമയത്തെല്ലാം ഗോളുകൾ നേടിക്കൊടുത്ത ലോകത്തിൻ്റെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയ കളിക്കാരിൽ ഒരാൾ, അർജൻറ്റീനയുടെ മാലാഖയായി വേണ്ട സമയങ്ങളിലെല്ലാം അവതരിച്ച ആരാധകരുടെ സ്വന്തം ഏഞ്ചൽ ഡി മരിയ. അർജൻറ്റീന കിരീടം നേടിയ 4 ഫൈനലുകളിലും ഡി മരിയയ്ക്ക് ഗോളുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്രസീലിൻ്റെ കത്രികപ്പൂട്ടിൻ്റെ ഇടയിൽ നിന്നും 28 വർഷങ്ങൾക്ക് ശേഷം അർജൻറ്റീനയ്ക്ക് വിജയം സമ്മാനിച്ച ആ ചിപ്പ് ഗോൾ. 2014 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ജർമ്മനിക്കെതിരെ അർജൻറ്റീനയ്ക്ക് വേണ്ടി ഡി മരിയയും കളിക്കാനുണ്ടായിരുന്നുവെങ്കിലെന്ന് ചിന്തിക്കാത്ത ആരാധകരില്ല. കാരണം ക്വാർട്ടർ ഫൈനലിൽ പരിക്ക് പറ്റി പുറത്തുപോയ ഡി മരിയയുടെ ആ ഒരു സ്പീഡ്, ആ ഒരു എനർജി, അതെല്ലാം അർജൻറ്റീന ഫൈനലിൽ മിസ്സായിരുന്നു. 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനലിലും ഡി മരിയ ഗോൾ നേടിയിരുന്നു. മരിയ സബ്ബായി ഇറങ്ങിയതിന് ശേഷമാണ് ഫ്രാൻസ് 2 ഗോളുകൾ നേടിയത്. മരിയ സബ്ബായി കയറിയതിന് ശേഷം പിന്നീട് അർജൻറ്റീനയുടെ അറ്റാക്ക് മെല്ലെ പതുക്കെ ആ ഒരു ഇമ്പാക്റ്റ്, എനർജിയൊക്കെ കുറയുന്നതായി കണ്ടിരുന്നു. ഈ ടൂർണമെൻറ്റ് കഴിഞ്ഞ അർജൻറ്റീനയ്ക്ക് വേണ്ടി ഗ്ലാഡിയേറ്ററിലെ ജോക്കിം ഫിനിക്സിനെ പോലെ അണ്ടർ റേറ്റഡായി ഡി മരിയ എന്നേക്കുമായി പടിയിറങ്ങുകയാണ്. എന്നാലും ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾ അർജൻറ്റീന ട്രോഫി നേടിയ ഫൈനൽ മാച്ചിൻ്റെ ഹൈലൈറ്റ് എടുത്തു നോക്കുമ്പോൾ കമൻട്രി ബോക്സിൽ നിന്നുറക്കെ വിളിച്ച് പറയുന്ന, ആവർത്തനമായി അവർ കേൾക്കുന്ന ഒരു പേര് തന്നെയായിരിക്കും ഏഞ്ചൽ ഡി മരിയ.